2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിലെത്തി. തലസ്ഥാനമായ അഡീസ് അബാബയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. നരേന്ദ്രമോദിക്ക് താമസമൊരുക്കിയ ഹോട്ടലിലേക്ക് ഇരുവരും സ്വയം കാറോടിച്ച് പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി. എത്യോപ്യയിലെ ഇന്ത്യൻ സമൂഹവും ആവേശത്തോടെ കൂടിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്തായാലും പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവേൽപ്പ് തന്നെ തരംഗമാവുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം ഒരു ആവശ്യം ഉണ്ട്. ഒപ്പം തന്നെ എത്യോപ്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാറിൽ സ്വീകരിച്ചു കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എത്രത്തോളം നിർണായകമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം? തീർച്ചയായും വിഷ്ണു, സന്ദർശനം ഏറ്റവും നിർണായകമാണ് എത്യോപ്യയ്ക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എത്യോപ്യയിലെ തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലി സ്വീകരിച്ച രീതി തന്നെയാണ് ഏറെ ചർച്ചയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് ചർച്ചയാവുകയും ചെയ്തു. സ്വയം കാർ ഓടിച്ച് സയൻസ് പാർക്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് പാർക്കിലും കൊണ്ടുപോയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയെ എത്യോപ്യൻ പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിച്ചത്. തീർച്ചയായും ഇതിൽ നിന്നും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എത്യോപ്യയ്ക്ക് എത്രമാത്രം പ്രധാനമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്നതിനെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പ്രധാനമന്ത്രിയെ നേരിട്ട് വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും അവിടെ നിന്ന് സ്വയം ഡ്രൈവ് ചെയ്ത കാറിൽ മറ്റൊരു 2 സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഹോട്ടലിൽ കൊണ്ടാക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസമൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തത്. തീർച്ചയായും വലിയൊരു സന്ദേശം തന്നെയാണ് അത് നൽകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധവും അതുപോലെ തന്നെ കാർഷിക, ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള സഹകരണം അതിശക്തമായി തുടരുന്നതിനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായ സഹകരണം ഈ എത്യോപ്യയുമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് പോലെ തുടർച്ചയായി, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ എത്യോപ്യ ഉൾപ്പെടെയുള്ള, നാളെ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക എന്ന ഒരു ആശയം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമുക്കറിയാവുന്നതാണ്, ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക എന്ന ഉറച്ച ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളെല്ലാം തന്നെ നടക്കുന്നത്. അത്തരത്തിൽ വിദേശയാത്രകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർണായകമാണ് എത്യോപ്യയുടെ സന്ദർശനം എന്നതും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യമാണ്. ആഗോള രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ശക്തമായ ഒരു മുന്നണിയായി മാറുകയും ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പ് ആവുകയും ചെയ്യുന്ന ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉഭയകക്ഷി ബന്ധങ്ങൾ എത്യോപ്യയുമായി വൻതോതിൽ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ആഗോള ഗ്ലോബൽ സൗത്തിന്റെ ഒരു പ്രചാരകനാകുന്നതിനും പതാകവാഹകനാകുന്നതിനുമുള്ള നീക്കങ്ങളുടെ ഭാഗമായി എത്യോപ്യയുമായി നടത്തുന്ന സഹകരണങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളും ഏറ്റവും നിർണായകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, വിവിധങ്ങളായ പല വികസന പ്രവർത്തനങ്ങളിലും ഉൾച്ചേർക്കേണ്ട സാഹചര്യം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ഗ്ലോബൽ സൗത്തിലെ പ്രധാന ഘടകമായ രാജ്യമെന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള സഹകരണം എത്യോപ്യയുമായി തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി ഉഭയകക്ഷി കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു, ഐസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം ഘട്ടം കൂടിയാണ് ഇവിടെ എത്യോപ്യയിൽ എത്തുക എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും ഇവിടെയും ചില നിർണായകമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അത്തരത്തിൽ നമുക്കറിയാം, സമീപ കാലത്തൊക്കെ ഉണ്ടായ ചില വിഷയങ്ങളൊക്കെ തന്നെയും അതൊക്കെ തന്നെയും ഇവിടെയും ചർച്ചയാകില്ലേ? പ്രധാനപ്പെട്ടത് വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബോണ്ടായി വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അത്തരത്തിൽ, അതായത് ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തി ഭീകരതയ്ക്കെതിരെ ശക്തമായ ആഗോള സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള പോരാട്ടം തുടരുക എന്ന കൃത്യമായ നിലപാട് ഭാരതത്തിന്റെ ഒരു താത്വികമായ, അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലെ താത്വികമായ ഒരു നിലപാട് തന്നെയാണ്. ആ നിലപാടിന്റെ ഭാഗമായുള്ള കൃത്യമായ നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ എത്യോപ്യൻ സന്ദർശന വേളയിലും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്നലെ അദ്ദേഹം ജോർദാനിലെത്തിയപ്പോഴും ഇക്കാര്യം വളരെ കൃത്യമായി, അതായത് ഭീകരവിരുദ്ധവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതി, ഇരു രാജ്യങ്ങളുടെയും പുരോഗതിയും സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെയുള്ള സന്ദർശനമാണ് നടന്നത്. സ്വാഭാവികമായും ഭീകരവിരുദ്ധമായ നിലപാടുകൾ എത്യോപ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായും എത്യോപ്യൻ സന്ദർശന വേളയിലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ ഫിൻടെക് രംഗത്തെ, അതായത് നമുക്കറിയാവുന്നതാണ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സാമ്പത്തിക ക്രയവിക്രയ രംഗത്തെ ചില ഇടപെടലുകൾ കാര്യക്ഷമമായി നടത്തുന്നതിനെ ഈ രാജ്യങ്ങളുമായുള്ള സഹകരണം, അതായത് പുതിയ
ഭാരതത്തിന്റെ സാമ്പത്തിക അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൈമാറ്റ നയത്തിന്റെ ഭാഗമാണ് ഡിജിടെക്കിന്റെയും ഫിൻടെക്കിന്റെയും എല്ലാം തന്നെ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗവർണൻസിന്റെയും സാധ്യതകളെ പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകളായിരിക്കും ഉണ്ടാവുക. അത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്. ലോകം മുഴുവനുമുള്ള കള്ളപ്പണത്തിന്റെ വിനിമയം തടയുകയും മയക്കുമരുന്ന് വിനിമയം തടയുകയും സ്വാഭാവികമായും തീവ്രവാദ ഫണ്ടിങ്ങിന് വരെ കൃത്യമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത്തരത്തിലുള്ള ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ കാർഷിക രംഗത്തും അതുപോലെ വ്യാവസായിക രംഗത്തും വാണിജ്യ രംഗത്തുമുള്ള ശക്തമായ ഇടപെടൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ജോർദാനിൽ നടത്തിയ പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പശ്ചാത്തലത്തിൽ നോക്കിക്കാണേണ്ടത്. ജോർദാനിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ജോർദാൻ ലോകരാഷ്ട്രങ്ങളെ ബന്ധപ്പെടുന്നതിന് ഒരു ഹബ്ബായി അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാവുന്നതാണ്, പലയിടങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയത് ജോർദാനിൽ നിന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ വൻതോതിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സഹകരണം സ്വാഭാവികമായും എത്യോപ്യയുമായും നാളെ സന്ദർശിക്കാനിരിക്കുന്ന ഒമാനുമായും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം വിശാലമായ ഒരു സഖ്യത്തിന്റെ തുടക്കം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഐസൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറെ ശ്രദ്ധേയമായ കാര്യം, പ്രധാനമന്ത്രി എന്നുള്ള ലോക നേതാവിനെ സ്വീകരിക്കുന്ന കാര്യം തന്നെയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എത്യോപ്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധേയമാവുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മറ്റ് നടപടികൾ എന്തൊക്കെയാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഏവരും ആകാംക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, എത്യോപ്യൻ പാർലമെന്റിനെ അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യുമോ എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു നടപടികളുടെ സമയക്രമം എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പരിപാടി, എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുക, കൂടിക്കാഴ്ചകൾ നടക്കുക, ബിസിനസ് ടു ബിസിനസ് കൂടിക്കാഴ്ചകൾ, അത്തരത്തിലുള്ള വിശാലമായ പദ്ധതികളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. എത്യോപ്യൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ ഭാരതത്തിന്റെ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളും ജനാധിപത്യോത്സവം എന്ന് തന്നെ തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വയം വിലയിരുത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളുടെ അല്ലെങ്കിൽ സ്വയം ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമാകുന്ന ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ആശയവിനിമയത്തിന്റെ ഘടകം കൂടി അവിടെയുണ്ട്. പാർലമെന്റിൽ നടത്തുന്ന അഭിസംബോധനയും അതുപോലെ തന്നെ തുടർ ചർച്ചകളും, അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് എന്ന് പറയുന്ന, അതായത് ജനങ്ങൾ തമ്മിലുള്ള ജനകീയ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിശാലമായ ചർച്ചകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിശാലമായ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ നാന്ദിയായിരിക്കും പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ അഭിസംബോധന എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു പരിപാടിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വാണിജ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ ജനാധിപത്യ തലത്തിലുള്ളതും ഭരണതലത്തിലുള്ളതും അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് അല്ലെങ്കിൽ ഈ ജനകീയ ബന്ധം ശാക്തീകരിക്കുന്നതിനും എത്യോപ്യയെ ചേർത്ത് പിടിക്കുന്നതിനുമുള്ള നിരവധിയായ നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിർണായകമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.